പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവിലുള്ള വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു. വണ്ടർഫുൾ ന്യൂ ഡേ. ഐ പ്രൈസ് ഹിം ആൻഡ് ഐ ഗ്ലോറിഫൈ ഹിം. കർത്താവിന് എല്ലാ മഹത്വവും ഈ ദിവസം കൊടുക്കുകയാണ്. എല്ലാ നന്ദിയും പറയുകയാണ്. ഈ ദിവസം ഉണർന്നെഴുന്നേൽക്കാൻ ഭാഗ്യം തന്നു. നന്ദിയല്ലാതെ മറ്റൊന്നും പറയാനില്ല. എത്ര പേർ പറയും ഐ ഹാവ് എ താങ്ക്ഫുൾ ഹാർട്ട്. എനിക്ക് നന്ദിയുള്ള ഒരു ഹൃദയം. കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വാസ്തവത്തിൽ അത് മാത്രമേ ഉള്ളൂ, നന്ദി ഉള്ള ഒരു ഹൃദയം. ഹി പ്രൊവൈഡ്സ് എവരിത്തിങ്. എല്ലാം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കി കഴിഞ്ഞ ഒരു നല്ല പിതാവ് നമുക്കുണ്ട്. And we are created to enjoy all those things. All things are mine. എല്ലാം എന്റെയാണ്. ആ ഒരു ബോധ്യത്തിൽ, ബിക്കോസ് ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്, ഞാൻ ദൈവ പൈതലാണ്, ഐ വിൽ ലാക്ക് നത്തിങ്. ആ ബോധ്യത്തിൽ ഈ പ്രഭാതത്തിൽ തല ഉയർത്തിപ്പിടിച്ച് നടന്നു. ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കർത്താവ് നമുക്ക് ദാനമായി തന്നു. ഈ 2026 ജനുവരി അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുന്നു. ഇനി 2-3 ദിവസം കഴിഞ്ഞാൽ ഈ മാസം കഴിഞ്ഞു. എത്ര അത്ഭുതകരമായി കർത്താവ് നമ്മളെ നടത്തി, നമ്മൾ പോലും അറിഞ്ഞില്ല. പല കാര്യങ്ങളും കർത്താവ് അത്ഭുതകരമായി നമ്മളെ നടത്തുകയും നമ്മുടെ കൂടെ ഇരിക്കുക. ആ സാന്നിധ്യം പറഞ്ഞ ദൂതുപോലെ ആ സാന്നിധ്യത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും ആയിരിക്കാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിച്ചു. കർത്താവ് എത്ര വലിയവനാണ്. നന്ദിയോടെ റേച്ചൻ പറഞ്ഞ പോലെ നന്ദിയോടെ നമുക്ക് ഈ അതിരാവിലെ സമയം, ഇന്നത്തെ ദിവസം നമുക്ക് നന്ദി എന്ന് പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് നമുക്ക് തുടങ്ങാം. കർത്താവ് എത്ര അത്ഭുതകരമായി നമ്മളെ നടത്തുന്നത്. നമ്മുടെ ഈ ലോകത്തിലെ എല്ലാ ആവശ്യങ്ങളും തക്ക സമയത്ത്, ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ചില വിഷയങ്ങൾ നടന്നില്ലായിരിക്കാം, പക്ഷെ അത് നടക്കും, അത്ഭുതമാക്കും. അതിന്റെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. പിതാവ് ആ ഇസ്രയേൽ മക്കളെ കനാൻ ദേശത്തേക്ക് നടത്തിയപ്പോൾ അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവര് പെറുപെറുക്കുക. ഞങ്ങൾക്ക് ഇറച്ചി വേണം, ഞങ്ങളെ ആ മിസ്രൈമിൽ അങ്ങ് ഇട്ടാൽ മതിയായിരുന്നു. അവർക്ക് എപ്പോഴും പെറുപെറുപ്പാണ്. നമുക്കും അതുപോലെയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പെറുപെറുക്കും. നമ്മുടെ ചില ആവശ്യങ്ങളൊക്കെ നടക്കുന്നില്ല, കിട്ടാത്തതിനെ ഓർത്ത് നമ്മൾ പെറുപെറുത്തോണ്ടിരിക്കുക. അവരും അത് തന്നെയായിരുന്നു. അവര് നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് വേണ്ടുന്ന ആഹാരമൊക്കെ കൊടുത്തായിരിക്കും നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അവര് കുറച്ചു ചെന്ന് കഴിഞ്ഞപ്പോ അവർക്ക് ഇറച്ചി തിന്നണം, അവർക്ക് എല്ലാ ദിവസവും മന്ന കൊടുക്കുമല്ലായിരുന്നു. അല്ല, ആദ്യം അത് കഴിഞ്ഞ് അവര് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങക്ക് കാടപക്ഷിയെ വേണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആ മാംസമൊക്കെ പിന്നെ മന്ന അവർക്ക് കൊടുക്കാൻ തുടങ്ങി, അല്ലെ? അപ്പം കർത്താവിന് അറിയായിരുന്നു അവരുടെ ആവശ്യങ്ങൾ. നമ്മുടെ ആവശ്യങ്ങളും പിതാവിന് അറിയാം. തക്ക സമയത്ത് എല്ലാത്തിലും വിടുതലാകുമെന്നേ പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം പറയുക. ഇസ്രായേൽ മക്കൾ 40 സംവത്സരം മന്ന ഭക്ഷിച്ചു. കനാൻ ദേശത്തിന്റെ അതിരെത്തുവോളം അവർ മന്ന ഭക്ഷിച്ചു. മന്ന നിന്നു പോയില്ല. നിങ്ങളുടെ നന്മകൾ ഒരിക്കലും നിന്നു പോകത്തില്ല കേട്ടോ. ഇനി ഞാൻ പറയുക, നിങ്ങൾക്ക് കർത്താവ് അനുവദിച്ചിരിക്കുന്ന നന്മകൾ, നിങ്ങൾ അനുഭവിക്കാനുള്ള നന്മകൾ, നിങ്ങളുടെ തലമുറകളുടെ നന്മകൾ പിശാച് തടയാൻ നോക്കിയാൽ ഒരിക്കലും തടയത്തില്ല. അവരാ സ്വർഗീയ ഭക്ഷണമായ മന്ന ആ കനാൻ ദേശത്ത് എത്തുവോളം അവര് മതിയാവോളം ഭക്ഷിച്ചെങ്കിൽ നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഈ ലോകത്ത് വെച്ച് തന്നെ അനുഭവിക്കും. അതൊരു ദൂതാകട്ടോ, ഒന്നും നിന്നു പോകത്തില്ല. നമ്മുടെ ആയുഷ്കാലം ജീവപര്യന്തം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ ആയുഷ്കാലം മുഴുവൻ നന്മയും കരുണയും എന്റെ ആയുഷ്കാലം മുഴുവൻ എന്നെ പിന്തുടരും എന്ന് പറഞ്ഞ വാക്ക് അത് ഒരിക്കലും മാറത്തില്ല. അത് നിലനിൽക്കും, അത് വരിക തന്നെ ചെയ്യും. അത് ജീവകാലം മുഴുവൻ. എത്ര പേർ പറയും ഐ വിൽ എൻജോയ് ഇറ്റ് ഓൾ ദ ഡേയ്സ് ഓഫ് മൈ ലൈഫ്. എന്റെ ജീവിതത്തിന്റെ ഓരോ ദിവസവും അനുഗ്രഹം ഞാൻ അനുഭവിക്കും, നന്മ ഞാൻ അനുഭവിക്കും, ഉയർച്ച ഞാൻ അനുഭവിക്കും. വിളിച്ചങ്ങോട്ട് പറയാൻ തുടങ്ങി. മന്ന ഓരോ ദിവസത്തേക്ക് വേണ്ടിയത് അവർ ശേഖരിച്ചു വെച്ചു.
ഒരിടങ്ങഴി വരെ ശേഖരിച്ച് ഒരാൾക്ക് വേണ്ടി വെച്ചോളാൻ പറഞ്ഞു. അതുപോലെ അന്നന്നത്തേക്കുള്ള മന്ന, അന്നന്നത്തേക്കുള്ള നിങ്ങളുടെ വിടുതലുകൾ എന്റെ കർത്താവ് തരും. നിങ്ങൾ ഉറപ്പോടെ ധൈര്യത്തോടെ ആ കർത്താവിന്റെ സന്നിധിയിൽ എന്നെ വിടുവിക്കുന്ന കർത്താവാ, എനിക്ക് കർത്താവുണ്ട്. ആരെല്ലാം ഉപേക്ഷിച്ചാലും, ഇന്നലെ ഞാൻ ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഒരു പ്രശ്നം വന്നപ്പോൾ ബന്ധുക്കളും ഇല്ല, സഹോദരങ്ങളും ഇല്ല, ആരുമില്ല. എന്റെ ഒരു വിഷയം വന്നപ്പോൾ എന്നോട് എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ പോലും ആരുമില്ലെന്ന് എന്നോട് ഷെയർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കർത്താവുണ്ട്, ഒരു കർത്താവുണ്ട്. ആ കർത്താവിന് മാത്രമേ നമ്മുടെ ഹൃദയത്തിലെ വേദനകൾ അറിയത്തുള്ളൂ. നമ്മളെ പോലെ മനസ്സിലാക്കാൻ, നമ്മൾ കടന്നു പോകുന്ന ആ സിറ്റുവേഷന്റെ അതിന്റെ പെയിനും വേദനയും എന്നാന്ന് അതുപോലെ തന്നെ പിടികിട്ടുന്ന ഒരാളെ, അത് നമ്മുടെ ഹസ്ബൻഡിനോ നമ്മുടെ വൈഫിനോ നമ്മുടെ മക്കൾക്കോ ഒന്നും നമ്മളെ അവരാരും നമ്മളിൽ നിന്ന് ദൂരെ വസിക്കുന്നവരാണെന്നല്ല അതിന്റെ അർത്ഥം. അവർ നമ്മളെ സ്നേഹിക്കുന്നില്ലെന്നോ കരുതുന്നില്ലെന്നോ അല്ല അതിന്റെ, പക്ഷെ അത് യഥാർത്ഥമായി മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് അവരോടെല്ലാം അങ്ങ് ദേഷ്യം വരുക, എന്നെ ഒന്നും ചോദിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ എന്നെ ഒന്ന് തിരക്കുന്നു, എന്നെ ഒന്ന് സഹായിക്കും. നമ്മൾ മനുഷ്യരോട് ഇങ്ങനെ വൈരാഗ്യവും എന്നാ പറഞ്ഞ പരാതിയും പിണക്കോ എല്ലാം വെച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മളെ കരുതുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ വിടുതലുകൾ അപ്പപ്പോ തരുന്ന ഒരു പിതാവ് എനിക്ക് സ്വർഗത്തിലുണ്ടെന്നുള്ള ഉറപ്പും ധൈര്യവും ഉണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ ഇവരൊക്കെ എന്ത് കാണിച്ചാലും നമുക്കെന്നെ. ഇവരൊക്കെ നമ്മളോട് മിണ്ടിയില്ലേലും അവര് സഹായിച്ചില്ലേലും സഹായിക്കാൻ ഒരു അപ്പൻ സ്വർഗത്തിൽ ഉണ്ടെന്നേ. ഈ ലോകത്തിലെ അപ്പനേക്കാളും നമ്മളെ അധികമായി സ്നേഹിക്കുന്ന, നമ്മളെ അധികമായി കരുതുന്ന, തന്റെ പുത്രനെ പോലും നമുക്ക് വേണ്ടി തന്ന ഒരു പിതാവ് നമുക്ക് സ്വർഗത്തിൽ ഉണ്ടെന്നുള്ള ആ ബോധ്യം, അവിടുന്നാണ് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും വരുന്നത്. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, നിങ്ങൾ കർത്താവിലേക്ക് നോക്ക്, ആ കർത്താവുണ്ട്. ഞാൻ എന്റെ പ്രതികൂല സമയങ്ങളിൽ എന്നെ സഹായിക്കാൻ ആരുമില്ല. പലരും സഹായിച്ചു കേട്ടോ, സഹായിച്ചില്ലെന്നല്ല, പക്ഷെ എന്റെ സ്വന്തക്കാരോ ബന്ധുക്കളോ സഹോദരങ്ങളോ ഒന്നും എന്നോട് ഒരു വാക്ക് പോലും ചോദിക്കാതിരുന്നപ്പോൾ മറ്റനേക ദൈവമക്കൾ ഞങ്ങളെ സഹായിച്ചു. ഏറ്റവും വലിയ സഹായം പ്രാർത്ഥനയായിരുന്നു. ആ സ്നേഹമായിരുന്നു വേണ്ടിയത്. ഇല്ലെന്നേ, ഒരു കർത്താവുണ്ടെന്ന് പറയാനുള്ള കൂട്ടായ്മ, അതാ ഞങ്ങളെ ആ ധൈര്യം തരുന്ന, ആ ബലം തരുന്ന ഒരു വാക്ക്. പലപ്പോഴും കേൾക്കുന്ന, ഞാൻ എപ്പോഴും ഓർക്കും, അന്ന് ഞായറാഴ്ചയൊക്കെ ആ സഭായോഗത്തിൽ ആദ്യകാലത്തൊക്കെ പോകുമ്പം അന്ന് തങ്കുബ്രദറും തോമസ് ബ്രദറും പറയുന്ന ഒരു വാക്ക്, ഒരു വാക്ക്, അസാധാരണമായ ധൈര്യം, ധൈര്യമായിട്ടിരിക്കുന്ന കർത്താവുണ്ട്, പ്രവർത്തിക്കുമെന്ന് പറയുന്ന. അങ്ങനെ ലോകം നമ്മുടെ വിഷയങ്ങളിൽ അങ്ങനെ ചേർത്ത് പിടിക്കാൻ കാണത്തില്ല. ലോകം പലപ്പോഴും വിഷയങ്ങൾ അവന്റെ കയ്യിലിരിപ്പ് കാരണം അതാ ചേർത്ത്, അതെ, അവർക്ക് വല്ലതും കൊടുക്കേണ്ട വരുമോ, സഹായിക്കേണ്ട വരുമോ, അങ്ങനെയൊക്കെ ഉള്ള ചിന്തകളില്ല ചിലരെ കണ്ടിട്ട് ഇഗ്നോർ കുറ്റമല്ല. അവര് ദൈവത്തെ കാണാഞ്ഞിട്ടാന്നൊരു വാക്യമുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം അത് ഞാൻ വായിച്ചായിരുന്നു. പലപ്പോഴും നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കാത്തവര് അവര് ദൈവത്തെ കണ്ടിട്ടില്ല. നമ്മള് കർത്താവിനെ കണ്ടതുകൊണ്ടാണ് നമുക്ക് എല്ലാവരോടും സ്നേഹവും സഹതാപവും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ വരുന്നത്. അവര് യഥാർത്ഥമായി അതും പൂർണ്ണമായി നമുക്ക് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു പൂർണ്ണതയിൽ, അതെ അതെ, എന്നാലും ഒരു വെളിച്ചം, അതാ കറക്റ്റ് വാക്കാതെ, എന്നാലും ഒരു വെളിച്ചം. അതിന്റെ അത് പൂർണ്ണതയിലൊന്നും നമ്മൾ എത്തിയിട്ടില്ല, പക്ഷെ പൂർണ്ണതയിൽ എത്തിക്കുന്ന ഒരു ദിവസമുണ്ട്. മനസ്സിലായോ? ലോകം തള്ളിക്കളയുന്ന ലോകമാണ്, ലോകം നമ്മളെ ഇഗ്നോർ ചെയ്യുന്ന ലോകമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ചേർത്ത് പിടിക്കാൻ, ഒരാളെയും കൂടെ ചേർത്ത് പിടിക്കാൻ നമുക്ക് പറ്റുന്നെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. ഒരാളെയും കൂടി ഒന്ന് ആശ്വസിപ്പിച്ച്, ഒരാൾ കൂടി ഒന്ന് ബലം കൊടുത്ത്. ഇന്ന് ഷീന പറഞ്ഞതുപോലെ നോക്കിയേ, അവര് ആ കനാനിൽ എത്തുവോളം, അവിടെ ചെല്ലുവോളം, എന്നെ ഈ ഷീന പറഞ്ഞ ആ വചനം എന്നെ ഭയങ്കരമായിട്ട് ഈ പ്രഭാതത്തിൽ ബലപ്പെടുത്തുകയാണ്. കാരണം എന്നാന്നറിയോ, നമ്മുടെ സപ്ലൈ ഒരിക്കലും കുറഞ്ഞു പോകത്തില്ല. മൈ സോഴ്സ് എക്സിസ്റ്റ്, എന്റെ സോഴ്സ്, എനിക്ക് നൽകുന്ന ഉറവിടം, ആ ഉറവിടം ഒരിക്കലും അടയത്തില്ല. ഇറ്റ് ഈസ് ഓൾവേസ് ഓപ്പൺ. എന്റെ ജീവകാലം മുഴുവൻ അതൊരു ദൂതായിട്ട്, ആരോടോ ഇന്ന് കേൾക്കുന്ന ആരോടോ ഒരു ദൂത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, ചിലതൊക്കെ നിന്നുപോയോ, ചിലതൊക്കെ തീർന്നു പോയോ എന്ന് വിചാരിച്ച് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം,
തീരത്തില്ല, നിലച്ചു പോകത്തില്ല. സോഴ്സ് എക്സിസ്റ്റ്, അത് നിലനിൽക്കുക തന്നെ ചെയ്യും. അത് ലോക അവസാനത്തോളം എന്റെ കർത്താവിന്റെ വാക്ക് അതൊരിക്കലും മാറത്തില്ല. അവന്റെ ശക്തി ഇന്ന് വരെ കുറഞ്ഞു പോയിട്ടില്ല. അവന്റെ ഗ്ലോറിക്ക് അവന്റെ തിളക്കത്തിന് ഒരു കുറവും വന്നിട്ടില്ല. പ്ലീസ് നോക്ക്, ആ യേശുക്രിസ്തു എന്ന് പറയുന്ന ഈസ് ദ റേഡിയൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മുഖപ്രകാശമാണ്. ആ മുഖപ്രകാശമാണ് എന്റെ ഉള്ളിലിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ കടന്നു പോകുന്ന സകല ഇരുട്ടും പ്ലീസ് ഞാൻ കടന്നു പോകുമ്പോൾ പ്രകാശിക്കാൻ തുടങ്ങും. ഒന്നിനും സഹോദരങ്ങളെ ജീവിതത്തിൽ കുറവ് വരാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ഇന്നലെ നമ്മൾ ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. ഒരു മോടെ ആപ്പിൾ പെന്ന് ചാർജ് ആയ ഒരു സാക്ഷ്യം ആദ്യം ബെനോയുടെ ലാപ്ടോപ്പ് കഴിഞ്ഞ ഞായറാഴ്ച കേട്ട സാക്ഷ്യം. ബെനോയുടെ ലാപ്ടോപ്പ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബെനോ പ്രാർത്ഥിച്ചപ്പം അവന്റെ ഓൺ ആകാതിരുന്ന ലാപ്ടോപ്പ് ഓണായി വർക്ക് ചെയ്യാൻ തുടങ്ങി. അവൻ ടെസ്റ്റിമണി എഴുതി. നമ്മുടെ പിള്ളേരാ ആ ടെസ്റ്റിമണി എഴുതി അവരിട്ടു. ആ കർത്താവ് ചെയ്ത അത്ഭുതം അത് കേട്ടൊരു മോള്, ഞാൻ ഇന്നലെ ആ ടെസ്റ്റിമണി പറഞ്ഞു. ആ ആപ്പിളിന്റെ ഐപെൻ വർക്ക് ചാർജ് ആകുന്നില്ലായിരുന്നു. ആ ചാർജ് ആകാത്ത ഐപെൻ താനത് കേട്ടപ്പോൾ ആ മോളൊരു ഡോക്ടറാ. വിശ്വാസത്തോടെ ഏറ്റ് തന്റെ സ്റ്റഡി മുഴുവൻ ആ ഐപെന്നിന്റെ അകത്താണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ എൻട്രൻസിന് വേണ്ടി, അടുത്ത PG എൻട്രൻസിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അത് പ്രാർത്ഥിച്ചു. വീട്ടിൽ ചെന്ന് ചാർജ് ചെയ്തു. താൻ പറഞ്ഞൊരു വാക്ക്, എനിക്കത് പോയി നോക്കാനൊരു പേടിയായിരുന്നു. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് പോയി നോക്കിയപ്പം ചാർജ് ആകാൻ, എത്ര നേരം ചാർജ് ആയാലും 0% മേളിലോട്ട് വരാഞ്ഞത് 98% ആയി. ഇറ്റ് ഈസ് സ്റ്റിൽ വർക്കിംഗ്. ഇത് കേട്ട ഒരു സഹോദരി, ഞാൻ ഇന്ന് ഹൗസ് വൈഫാണ്, നമ്മുടെ ഇങ്കു ബ്രദറിന്റെ, കോട്ടയത്തെ ഇങ്കു ബ്രദറിന്റെ അമ്മ. ഇത് കേട്ടപ്പം തന്റെ TV 3 മാസമായിട്ട്, ഇന്നലെ രാത്രിയില എന്നെ വിളിച്ച് ടെസ്റ്റിമണി പറഞ്ഞ് TV 3 മാസമായിട്ട് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. എന്നാൽ താൻ പോയി വൈകിട്ട് ഇന്നർ ചേംബർ തുടങ്ങാൻ നേരത്ത് താൻ പോയി അവിടെ കൈവച്ച് താൻ പ്രാർത്ഥിച്ച് ആ TV 3 മാസമായിട്ട് വർക്ക് ചെയ്യാതിരുന്ന TV വർക്ക് ചെയ്തു. പോസിബിൾ. ആ ഇന്നർ ചേംബർ മുഴുവൻ അവധി കണ്ടു. അത് കഴിഞ്ഞിട്ടാ എന്നെ വിളിച്ചു. ഇന്നർ ചേംബർ 3 ടൈപ്പിലുള്ളവർക്കാ ഇവിടെ, 3 ഏജിലുള്ളവരാ അത് ഏറ്റെടുക്കും. അപ്പൊ ഏത് പ്രായത്തിലും, ഏത് ഇതിലും, ഏത് കാര്യത്തിലും ആ കർത്താവിൽ ആശ്രയിച്ചാൽ അത്ഭുതം നടക്കും. ഒരു കൊച്ചുമോന്റെ സാക്ഷ്യം കേട്ട് ആ മോള്, ഡോക്ടറായിരിക്കുന്ന മോൾ അത് ഏറ്റെടുത്തു. ഹൗസ് വൈഫ് ആയിരുന്ന അമ്മച്ചി അത് ഏറ്റെടുത്തു. ഏത് പ്രായക്കാർക്കും ഈ കർത്താവിന്റെ നാമം ഉപയോഗിക്കാം. ഏത് സമയത്തും എന്ത് കാര്യത്തിനും ഉപയോഗിക്കാം. ഞാനും ഇന്നലെ ചിലതൊക്കെ ഉപയോഗിച്ചു. ഇന്ന് വിടുതൽ കണ്ടില്ല, പക്ഷെ നാളെ കാണുമെന്ന് എനിക്ക് ഉറപ്പാ. ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട് ചിലതിന്. ഇന്ന് ഞാൻ കണ്ടില്ല, പക്ഷെ നാളെ അത് കാണും. ഞാൻ സാക്ഷ്യം പറയുമെന്ന് ഞാനത് ഏറ്റെടുത്തിരിക്കുക. അത്ഭുതം നടക്കും നിശ്ചയമായിട്ടും. എന്റെ കർത്താവിന് ഒരിക്കലും വ്യത്യാസം വന്നിട്ടില്ല. എന്റെ കർത്താവിൽ നിന്നും വിടുതലും നന്മകളും മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഇന്ന് വിടുതൽ കണ്ടില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കണ്ട. ഞാനും കണ്ടില്ല ഇന്ന് വിടുതല്, പക്ഷെ നാളെ കാണുമെന്ന് എനിക്ക് ഉറപ്പാ. എന്റെ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് വേണ്ടി നന്മകളും അത്ഭുതങ്ങളും ചെയ്യാൻ എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന്. ഗോഡ് ഇസ് എൻ ഓൺ ടൈം ഗോഡ്. എന്റെ കർത്താവ് തക്ക സമയത്തിന്റെ കർത്താവാണ്. അവൻ പ്രവർത്തിക്കുന്ന ഒരു ടൈമുണ്ട്. നോക്കിയ രാവിലെ ഈ നമ്മുടെ മെസ്സേജ് ഇങ്കുബ്രദറിന്റെ അമ്മ രാവിലെയാ കേട്ടത്. എന്നാൽ വൈകുന്നേരം ആ സമയമായപ്പോഴത്തേക്ക് തനിക്ക് ഇന്നർ ചേംബർ വന്നപ്പോൾ രാവിലെ പറഞ്ഞ കാര്യം പെട്ടെന്ന് മനസ്സിലോട്ട് കത്തി. നേരെ പോയി കൈവച്ച് പ്രാർത്ഥിച്ചു, ഓൺ ചെയ്തു. അന്നേരെ അത് ഓണായി. ഞാൻ പറഞ്ഞത്, ഗോഡ് ഈസ് ഓൾവേസ് ആൻ ഓൺ ടൈം ഗോഡ്. തക്ക സമയത്തിന്റെ കർത്താവ്, തക്ക സമയത്ത് പ്രവർത്തിക്കും. ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കും. 3 മാസമായിട്ട് സൗരി കർത്താവിൽ വിശ്വസിക്കുന്ന, വളരെ വർഷങ്ങളായിട്ട് വളരെ കർത്താവിൽ ആശ്രയിച്ച് നിൽക്കുന്ന സൗരി വചനം കേൾക്കുന്നുണ്ട്. പക്ഷെ തക്ക സമയത്ത് അത് അപ്ലൈ ചെയ്തു അല്ലെ? ആ TVയിൽ കൈവച്ച് ആ വിശ്വാസം കേട്ടപ്പോ തന്റെ ഹൃദയത്തിൽ അങ്ങ് വിശ്വാസം, ആ സാക്ഷ്യം കേട്ടപ്പോ വിശ്വാസം വർദ്ധിച്ചു. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കും എന്ന് പറഞ്ഞതുപോലെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. അപ്പൊ ഇലക്ട്രോണിക് ഐറ്റങ്ങൾ മാത്രമല്ല സൗഖ്യം. നിങ്ങളുടെ രോഗമാണോ ഇന്ന് പ്രാർത്ഥിച്ചോണം, നിങ്ങളുടെ കടഭാരമാണോ ഇന്ന് പ്രാർത്ഥിച്ചോണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയമാണോ ആ ലാപ്ടോപ്പ് ആ കുഞ്ഞിന് ശരിയാക്കിയെങ്കിൽ എന്റെ ഇന്ന വിഷയത്തിനും വിടുതൽ തരണം കർത്താവ്. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുമ്പോൾ അവിടെ അത്ഭുതം നടക്കും. ഷിന പറഞ്ഞ ആ കാര്യം എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. 3 ഏജ് ഗ്രൂപ്പിലാണ് കർത്താവ് പ്രവർത്തിച്ചത്.
ഇന്ന് പറഞ്ഞ കാര്യവും അതാണ്. ആ മന്ന അത് നിലച്ചു പോയില്ല. അവർ കനാനിൽ എത്തുവോളം ആരോടൊക്കെയോ പറയാം, നിങ്ങളുടെ സപ്ലൈ ഒരിക്കലും നിന്നു പോകത്തില്ല. നിങ്ങളുടെ ചിലതൊക്കെ തീർന്നു പോയി എന്ന് വിചാരിക്കുന്നുവെങ്കിൽ there's a new beginning. കർത്താവ് എപ്പോഴും പുതിയ തുടക്കങ്ങളുടെ കർത്താവാണ്. ഇതാ ദൈവവചനം യെശയ്യാ പ്രവചനത്തിൽ പറയുകയാണ്, ഇതാ ഞാൻ പുതിയത് ഒന്ന് ചെയ്യുന്നു, അത് വരും, അതിപ്പോൾ ഉത്ഭവിക്കും, അതിപ്പോൾ തന്നെ ഉത്ഭവിക്കും, അത് നിന്നു പോകത്തില്ല. ചെറിയ പുതിയ തുടക്കങ്ങൾ വരികയാണ്. ഈ ജനുവരി മാസം അവസാന ദിവസങ്ങളിൽ ഇരിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാം. ഈ മാസം തീരുന്നതിന് മുമ്പ് ചില അസാധാരണമായ വിടുതൽ ചില ജീവിതങ്ങളിൽ നടക്കുകയാണ്. ചില ഭവനത്തിന്റെ അവസ്ഥ മാറുകയാണ്. ചിലർക്കൊക്കെ ജോലി കാര്യങ്ങളിലൊക്കെ പ്രോബ്ലം ഉള്ള ചിലർ ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുണ്ട്. ഗോഡ് ഈസ് ഗോയിങ് ടു ഫിക്സ് ഇറ്റ്. എന്റെ കർത്താവ് അത് തൊടാൻ പോവുകയാണ്. ബിസിനസ്സിൽ ചില പ്രോബ്ലവുമായിട്ട് ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. വലിയൊരു സാമ്പത്തിക ആവശ്യത്തിന് മുമ്പിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുണ്ട്. ഗോഡ് ഈസ് ഗോയിങ് ടു ഓപ്പൺ യു ന്യൂ വേസ്. പുതിയ വഴികൾ എന്റെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കുക. അടഞ്ഞു പോയെന്ന് വിചാരിക്കരുത്. എന്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും, ഞാൻ എവിടെ പോകും, ഞാൻ ആരിൽ ആശ്രയിക്കുമെന്ന് വിചാരിക്കരുത്. ഗോഡ് ഈസ് മൈ സോഴ്സ്. എന്റെ കർത്താവ്. നമുക്കൊരു വചനം ഒന്ന് വായിക്കാം. ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് ഞാനിന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്ത് കയറണ്ട, പക്ഷേ വീണ്ടും ഹോളി സ്പിരിറ്റ് എന്നോട് പറയുകയാണ്, അതിലോട്ട് പോ. ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്തം അതിന്റെ 29 അധ്യായം അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദേവാലയം സമർപ്പിക്കുകയാണ്. ദാവീദ് ദേവാലയം പണിത് സമർപ്പിക്കുമ്പോൾ ആ ജനത്തോട് വിളിച്ചു പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവിടെ പറയുന്ന 3 കാര്യങ്ങൾ പ്രധാനമായും ഞാൻ പ്രാരംഭത്തിൽ തന്നെ പറയാം. ആ വാക്യങ്ങളിലുള്ള 3 കാര്യങ്ങൾ. ഒന്ന്, യു ആർ ദ ക്രിയേറ്റർ. നീയാണ് സകലതും സൃഷ്ടിച്ചവൻ. പറയണം, യു ആർ ദ ക്രിയേറ്റർ. എന്റെ ജീവിതത്തിൽ യു ആർ ദ ക്രിയേറ്റർ. എല്ലാം നീ മുഖാന്തരമാണ്. ഇന്ന് ഞാൻ എന്തെങ്കിലും അനുഭവിക്കുന്നുവെങ്കിൽ അത് നീ മുഖാന്തരമാണ്. യു ക്രിയേറ്റഡ് എവരിത്തിങ് ഫോർ മീ. നീയാണ് എനിക്ക് വേണ്ടി എല്ലാം ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് യു ആർ ദ ഓണർ. പലപ്പോഴും നമ്മുടെ വീട്, എന്റെ കാറ്, എന്റെ വീട്, എന്റെ കുഞ്ഞുങ്ങൾ എന്റെ അല്ല. യു ആർ ദ ഓണർ ഓഫ് ഓൾ തിങ്സ്. അവിടെ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, യു ആർ ദ ഓണർ ഓഫ് ഓൾ തിങ്സ്. ആൻഡ് മൂന്നാമതൊരു കാര്യം, യു ആർ ദ സോഴ്സ് ഓഫ് ഓൾ തിങ്സ്. എല്ലാത്തിന്റെയും ഉറവിടം, സോഴ്സ്. ആ സോഴ്സ് ഒരിക്കലും അടയത്തില്ല. അതാ ഷീന പറഞ്ഞത്, ആ സോഴ്സ് ഒരിക്കലും അടയത്തില്ല. അവര് കനാനിൽ എത്തുവോളം, അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ആ സ്ഥാനത്ത് എത്തുവോളം, അതുപോലെ തന്നെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്ഥാനത്ത് എന്റെ യഥാർത്ഥ വീട്ടിൽ ചേരുവോളം എന്നെ കർത്താവ് ഈ കൂടാരത്തിൽ ഞാൻ വസിക്കുമ്പോൾ എനിക്ക് വേണ്ടത് മുഴുവൻ, ഒന്നിനും ജീവിതത്തിൽ വിളിച്ചു പറഞ്ഞ ദൈവമക്കളെ, ഒന്നിനും എന്റെ ജീവിതത്തിൽ കുറവ് വരത്തില്ല. നന്മയും കരുണയും എന്റെ ആയുഷ്കാലം മുഴുവൻ. പറഞ്ഞേ, പേഴ്സണലൈസിസ്. അതൊരു വചനം, ബൈബിളിൽ നിന്നൊരു വാക്യം വായിക്കുന്നത് പോലെ, ഐ ആം ദ റൈറ്റ്ഫുൾ ചൈൽഡ് ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ച വ്യക്തിയാണ്. ഞാൻ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലാണ്. ഓൾ തിങ്സ് ബിലോങ് ടു മീ. എല്ലാം എനിക്കുള്ളതാണ്, എല്ലാം എന്റേതാണ്. അങ്ങനെയാണെങ്കിൽ നന്മയും കരുണയും എന്റെ ആയുഷ്കാലം മുഴുവൻ ഐ വിൽ സീ ഇറ്റ്, ഐ വിൽ എൻജോയ് ഇറ്റ്, ആൻഡ് ഐ വിൽ പ്രൊക്ലെയിം ഇറ്റ്, ഐ വിൽ ടെസ്റ്റിഫൈ ഇറ്റ്. ഞാൻ വിളിച്ചു പറയുന്നു, അത് ഞാൻ ജീവിതത്തിൽ കാണുക തന്നെ ഞാൻ ചെയ്യും. നന്മയും കരുണയും എന്റെ ആയുസ് മുഴുവൻ ഞാൻ അനുഭവിക്കും. ഇവിടെ ദാവീദ് പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, 3 കാര്യങ്ങളാണ്. ക്രിയേറ്റർ ആൻഡ് ദ ഗോഡ്, യു ആർ ദ ക്രിയേറ്റർ, യു ആർ ദ ഓണർ, ആൻഡ് യു ആർ ദ സോഴ്സ്. ഈ 3 കാര്യങ്ങൾ പ്രൈസ് ദി ലോർഡ് നമ്മൾ മഹത്വം എടുക്കാതെ, ദൈവം തന്നെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല. നമ്മൾ മഹത്വം എടുക്കാതെ അത് ദൈവത്തിന്റെ കയ്യിലോട്ട്. ദാവീദിന്റെ പ്രസംഗം നോക്ക്. ആട്ടിടയനായി നടന്ന, നോക്കിയ കാട്ടിൽ ആടിനെ തീറ്റിച്ച് നടന്ന ഒരാളെ രാജാവിന്റെ സിംഹാസനത്തിൽ കൊണ്ടുപോയി ഇരുത്തിയപ്പോൾ ദാവീദിന് പറയാം, ഇറ്റ് ഈസ് ഗോഡ്, ഇറ്റ് ഈസ് ഗോഡ്. ഇത് ദൈവ, ഇത് ഞാനല്ല. ഞാൻ പണ്ടാരണ്ടോ പറഞ്ഞു, ഈ ബ്രദറെ കൂട്ടായ്മയ്ക്കൊക്കെ വാ ബ്രദറെ, കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ചെറിയ പരിപാടിയും കൂടി ഒന്ന് നോക്കിയിട്ട് വരട്ടെ, കുറച്ച് സ്ഥലം കൂടി അവിടെ കിടപ്പുണ്ട്, അതുകൂടെ വിറ്റിട്ട് വേറൊരു പുതിയ മലേഷ്യയിൽ ഒരു ബിസിനസ്. ഞാൻ പറഞ്ഞത് ഇത് റിയൽ സ്റ്റോറി. ഞാൻ പറഞ്ഞത് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത്. മലേഷ്യയിൽ ഒരു പുതിയ ബിസിനസ് ഉണ്ട്. ഞാൻ അവിടെയും പോയി നോക്കിയിട്ട് ആ പുള്ളിയെ പിന്നെ കണ്ടിട്ടില്ല കേട്ടോ. അബ്സ്കോണ്ടഡ് ആണ്, ആളില്ല എവിടെയെന്നും, എവിടെയാണെന്ന് പോലും അറിയത്തില്ല. കുടുംബമായിട്ട് വൺ ഓഫ് ദ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ കോട്ടയം. അന്നത്തെ കോട്ടയം പട്ടണത്തിലെ അതിസമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു. വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഇതൂടെ ഒന്ന് ഞാൻ നോക്കിയിട്ട്. പ്രിയപ്പെട്ടവരെ,
ഹി ഈസ് മൈ സോഴ്സ്. എന്റെ സോഴ്സ് കർത്താവാണ്. എന്തെങ്കിലും ഇന്ന് എൻജോയ് ചെയ്യുന്നെങ്കിൽ, ഈ മൂക്കി ശ്വാസം ഉണ്ടെങ്കിൽ, ദിസ് ഇസ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഈ ദിവസം എന്നെ ആക്കിയിട്ടുണ്ടെങ്കിൽ, ഈ ദിവസം എനിക്ക് ജീവൻ തന്നതാണ് കർത്താവ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ കർത്താവ് കൈകാര്യം ചെയ്യും. നമുക്ക് വായിക്കാം ഷിന, ഫ്രം ദ ബുക്ക് ഓഫ് ക്രോണിക്കൽസ്, ദിനവൃത്താന്ത പുസ്തകം അതിന്റെ 29-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. ആ ദേവാലയം സമർപ്പിക്കുമ്പോൾ അവിടെ എഴുന്നേറ്റ് നിന്ന് ദാവീദ് പറയുന്ന ചില കാര്യങ്ങളാണ്. പിന്നെ ദാവീദ് സർവ്വസഭയുടെയും മുൻപാകെ യഹോവയെ സ്തുതിച്ച് ചൊല്ലിയതെന്നാൽ, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ ദൈവമായ യഹോവ, നീ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ഓൾ ഗ്ലോറി, നോക്ക്, എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ഓർക്കുക നമ്മുടെ കഴിവ് കൊണ്ടും നമ്മുടെ മിടുക്ക് കൊണ്ടും നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടും നമ്മുടെ യോഗ്യത ഒന്നുമല്ലെന്ന് ദൈവം ദാനമായി തന്നതാണ്. ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ഗോഡ്. അങ്ങനെ എല്ലാത്തിലും നമ്മൾ അങ്ങനെ ജീവിക്കുന്നവരായിരിക്കണം. ഇത് ദൈവം തന്നതാണ്, ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയത്. എന്റെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ, തലമുറ ദൈവത്തിന്റെ ദാനമാണെന്ന് വചനം പറയുന്നു. ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ദൈവത്തിന്റെ ദാനമാണെങ്കിൽ അവർക്കൊരു വീഴ്ച വന്നാലും അവർക്കൊരു കുറവ് വന്നാലും അവരെ സ്ട്രെയിറ്റ് ആക്കാൻ ആരെ കൊണ്ട് പറ്റും? എന്നെ യഥാസ്ഥാനപ്പെടുത്താൻ എന്റെ കർത്താവിന് പറ്റും. അവിടെ ചിലപ്പോൾ നമ്മുടെ ശാസന കൊണ്ട് നടക്കത്തില്ലായിരിക്കാം. ചേർത്ത് പിടിച്ചേ കർത്താവിന്. ഞാൻ ഇന്ന് എന്നെ കേൾക്കുന്ന പേരൻസ് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യം കൊടുക്കേണ്ടത് വിദേശ രാജ്യത്തെ വിദ്യാഭ്യാസം അല്ല, കർത്താവിനെ കൊടുക്കണം. അവരെ ആദ്യം കൊണ്ടുവരേണ്ട സ്ഥലം കൂട്ടായ്മയാണ്. അവരെ ആദ്യം കൊണ്ടുവരേണ്ട സ്ഥലം സഭായോഗമാണ്. സഭായോഗത്തിൽ ഇരുത്താതെ, കൂട്ടായ്മയിൽ ഇരുത്താതെ, ഞാൻ പറഞ്ഞു എന്റെ ആഹാരം ദൈവവചനമാണ്, ഞാൻ ശ്വസിക്കുന്നത് ദൈവവചനമാണ്. ആ ദൈവവചനം ശ്വസിക്കുകയും ആഹാരമാക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ഒന്നിനും കുറവ് വരത്തില്ല. കുറെ കഴിയുമ്പോഴത്തേക്ക് ഇവരെ കൊണ്ട് പ്രാർത്ഥിക്കാൻ വരുമോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവര് അങ്ങനെയാണ്, അവരെ ശരിയാകുന്നില്ല. അവർക്ക് ഇപ്പൊ കൂട്ടായ്മ വരാൻ താല്പര്യമില്ല. വൈ? ഒന്ന് ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, നിങ്ങൾ ഒന്നിച്ചിരിക്കുന്നില്ല. ഹസ്ബൻഡ് ഒരു വഴിക്ക്, വൈഫ് ഒരു വഴിക്ക്, കുഞ്ഞുങ്ങൾ വേറെ ഒരു വഴിക്ക്. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് പരിശുദ്ധാത്മാവ് പറയുന്നു. വൈകിട്ട് ഒന്നിച്ചിരുന്നേ, ആ ഒന്നിച്ചിരുന്ന്. നിങ്ങൾ വിദേശ രാജ്യത്താണ്, നിങ്ങൾ 2 രാജ്യങ്ങളിലാണോ ഇരിക്കുക? ജോലിക്കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചിലപ്പോൾ 2 രാജ്യങ്ങളിൽ ജീവിച്ചേ പറ്റത്തുള്ളൂ. ഇന്ന് വീഡിയോ കോൾ അവൈലബിൾ ആണ്. ആ വീഡിയോ കോൾ ഒന്ന് ഓൺ ചെയ്ത് വെച്ച് ഒന്നിച്ച് വീടൊന്ന് പ്രാർത്ഥിച്ച്, അപ്പനും മക്കളും ഭാര്യയും ഭർത്താവും എല്ലാം കൂടെ ഒന്നിച്ച് ഒന്ന് കൂട്ടായ്മ, പേരൻസ് ഉണ്ടോ, ഒന്നിച്ചിരുന്നൊന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങൾ ആ കൂട്ടായ്മയിൽ ഒന്നിച്ച് കൈകോർത്ത് പിടിക്കുമ്പോഴാണ്, ഒന്നിച്ച് ഐക്യമധ്യപ്പെടുമ്പോഴാണ്, ഒന്നിച്ച് വീട് ഒന്നിക്കുമ്പോഴാണ് നിങ്ങളുടെ വീട് ഏറ്റവും ബ്ലെസ്ഡ് ആകുന്നത് കേട്ടോ. നമ്മൾ പലപ്പോഴും നമ്മൾ ദൈവത്തോട് വെറുവെറുക്കുകയാണ്. ദൈവത്തിന് മുഴുവൻ കുറ്റം, നാം കർത്താവ് ചെയ്തില്ലെന്നാ പറയുന്നത്. ഇവിടെ നോക്ക്, കാട്ടിക്കടന്നയാളെ രാജാവാക്കിയപ്പോഴത്തേക്ക് താൻ ആ സ്നേഹവും ആ നന്ദിയും ഒന്നും ഒരിക്കലും വിട്ടില്ല. താൻ എഴുതിയിരിക്കുകയാണ്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. വായിച്ചു യഹോവ മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതൊക്കെ നിനക്കുള്ളതല്ലോ. യഹോവേ, രാജ്യത്തെ നിനക്കുള്ളതാകുന്നു. നീ സകലത്തിനും മീതെ തലവനായിരിക്കും. യു ആർ ദ ക്രിയേറ്റർ ഓഫ് ഓൾ തിങ്സ്. എല്ലാത്തിനും സകലതും സൃഷ്ടിച്ചവനാണ് നീ. യു ആർ ദ ക്രിയേറ്റർ. ആ കർത്താവിന് ആ മഹത്വം ഒന്ന് കൊടുത്തേ. ദൈവം തന്നെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. എന്റെ കഴിവ് കൊണ്ടും ചിലപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ യോഗ്യത കൊണ്ടായിരിക്കും ഒരു ഉന്നത സ്ഥാനത്ത് ഒരു ജോലി കിട്ടിയത്. പക്ഷെ ദൈവം അവിടെ ആക്കിയത്, എന്നെ ദൈവം ആക്കിയത്, ഗോഡ് ഹസ് അപ്പോയിന്റഡ് മീ എന്ന് ആ മഹത്വം കർത്താവിനൊന്ന് കൊടുത്തേ. ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലോട്ട് കർത്താവ് നിങ്ങളെ നടത്തുന്നത് കാണാം. നമ്മുടെ സ്വന്തം കഴിവിൽ ആശ്രയിച്ച അനേകർ വീണു പോകുന്നത് കണ്ടിട്ടുണ്ട്. സ്വന്തം ബലത്തിൽ ആശ്രയിച്ച അനേകർ വീണു പോകുന്നത് കണ്ട്. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. ആ കർത്താവല്ല എന്ന് പറയുന്നവർക്ക് ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ധനവും ബഹുമാനവും നിങ്ങളിൽ നിന്ന് വരുന്നു, നീ സർവവും ഭരിക്കുന്നു. യു ആർ ദ സോൾ. പറയാം, ധനവും ബഹുമാനവും എല്ലാം നിന്നിൽ നിന്ന് വരുന്നു. യു ആർ ദ സോഴ്സ് ഓഫ് ഓൾ തിങ്സ്. എല്ലാം നിന്നിൽ നിന്നാണ് വരുന്നത്. നീ സർവവും ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു. നിന്റെ മഹത്വമുള്ള നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാക്കുവാൻ ഞാൻ ആർ?
എന്റെ ജനവും എന്തുള്ളൂ, സകലവും നിങ്കിൽ നിന്നല്ലോ വരുന്നത്. സകലവും നിങ്ങൾ നിന്നല്ലോ വരുന്നത്. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നേ ഉള്ളൂ. നിന്റെ കയ്യിൽ നിന്ന് കണ്ടോ, നമ്മുടെ ആ വാക്ക് എന്നെ അതിഭയങ്കരമായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ തൊടുകയാണ്. നമ്മുടെ ഒന്നുമില്ല കേട്ടോ. പ്രൈസ്. നമ്മൾ ചിലപ്പോൾ ഈ ഞായറാഴ്ച ഒക്കെ സ്തോത്രാഴ്ച ഇടുമ്പം നമ്മൾ പറയും നമ്മള് ദൈവത്തിന് എന്തോ കൊടുക്കുക. നോ, ഞാൻ നിന്റെ കയ്യിൽ നിന്ന്, ഇവിടെ ദാവീദ് പറയുന്ന വാക്ക് കേട്ടോ, ഞാൻ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേ ഉള്ളൂ. ഒന്നിലും പുകഴരുതേ, ഒന്നിലും അഹങ്കരിക്കരുതേ. ദൈവത്തിൽ നിന്ന് വാങ്ങി എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കർത്താവിൽ നിന്ന് വാങ്ങിയതും തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഭാഗം ദൈവരാജ്യത്തിന് വേണ്ടി മാറ്റിവെച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി, അല്ലെ പ്രതിസന്ധി അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ കൊടുത്തതല്ല, ഞാൻ ദൈവത്തിൽ നിന്ന് വാങ്ങി കൊടുത്തതാണ്. നോക്ക്, വി ഹാവ് ബോറോഡ് ഫ്രം ഗോഡ്. നമ്മൾ ദൈവത്തിൽ നിന്ന് വായ്പ വാങ്ങിച്ചെന്ന് പറഞ്ഞതുപോലെ വായ്പ വാങ്ങിച്ചാൽ എന്നാ, ഈ വായ്പ വാങ്ങിക്കുമ്പോൾ ഉള്ള കുഴപ്പം നമ്മൾ കമ്മിറ്റഡ് ആണ്, അല്ലെ? അത് തിരിച്ചു കൊടുക്കാൻ നമ്മൾ കമ്മിറ്റഡ് ആണ്. ഒരാൾ വായ്പ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ വായ്പ തിരിച്ചു കൊടുക്കാൻ കമ്മിറ്റഡ് ആണ്. അപ്പം ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കാൻ നമ്മൾ കമ്മിറ്റഡ് ആണ്, അല്ലെ? നമ്മൾ പറയുന്ന ഒരു കാര്യം, ഞാൻ ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഞാൻ എന്ത് ചെയ്യാണ്, മടക്കി കൊടുക്കുക. ചിലപ്പം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചിലർക്കായിരിക്കും, സഹായിക്കേണ്ട ചിലരൊക്കെ ഒരു സഹായം, ഒരു നീഡിന്റെ മുമ്പിൽ നിൽക്കുകയായിരിക്കും, അവർക്ക് കൊടുക്കുന്നെങ്കിൽ ഞാൻ എന്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്തെന്ന് പറയരുതെന്നാണ് ദൈവം പറയുന്നത്. ഇവിടെ ദാവീദ്, എനിക്ക് വാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഇട്ട് കൊടുത്തെന്ന് പറയരുത്. എന്റെ കൈ അല്ല പ്രൈസ് ദൈവം എനിക്ക് തന്നത്. God has given me. He is the supplier of all good things. എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരമൊക്കെയും സ്വർഗത്തിൽ പിതാവിൽ നിന്ന് വരുന്നു, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നാണ് വരുന്നത്. God is the giver. ദൈവത്തിന്റെ കയ്യിൽ നിന്നും വാങ്ങിച്ച് ഞാൻ കൊടുത്തതാണ്. ഞങ്ങൾ നിന്റെ മുമ്പാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെ പോലെ അതിഥികളും പരദേശികളുമാകുന്നു. ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെ. കണ്ടോ, ഞങ്ങള് ദിസ് ഇസ് എ പൗലോസ് പറയുന്നത് പോലെ ഇത് കൂടാരമാണ്. ദിസ് ഇസ് എ ടെന്റ്. ഞങ്ങൾ അഗതികളും ഞങ്ങൾ പരദേശികളുമാണ്. ഞാൻ ഇവിടുന്ന് വന്നതാണ്, ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് വന്നതാണ്. ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ ഇങ്ങോട്ട്, എന്റെ കർത്താവ് എന്നെ അയച്ചതാണ്. ഐ എം സെന്റ് ഹിയർ ഫോർ എ പർപ്പസ്. ഞാൻ എന്നെ ഇങ്ങോട്ട് അയച്ചെങ്കിൽ അതിന്റെ പിന്നിൽ എന്റെ കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട്. ആ പർപ്പസ് തികച്ചു കഴിയുമ്പം ഞാൻ അഗതിയും പരദേശി, ദാവീദ് പറയാം, ഞാൻ അഗതിയും പരദേശിയുമാണ്, പക്ഷേ ഞാൻ തിരിച്ച് എന്തു പോകും, ഞാൻ നിന്റെ സന്നിധിയിൽ. അതാ എനിക്കും നിങ്ങൾക്കുള്ള ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ ധൈര്യം. ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് വരുന്നു. ഐ വാസ് ദേർ ഫോർ ഇറ്റേണിറ്റി. ഐ വാസ് ദേർ ഇൻ ഇറ്റേണിറ്റി ബിഫോർ ദ ഫൗണ്ടേഷൻസ് ഓഫ് ദിസ് എർത്ത്. ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ തിരിച്ച് എന്റെ വീട്ടിലേക്ക് പോകും. അതാ യേശു പറഞ്ഞ വീട് ഒരുക്കാൻ പോകുന്നു ഒരുങ്ങി കഴിയുമ്പോൾ. എന്നാൽ ഇവിടെ ഇരിക്കുമ്പോൾ ദൈവരാജ്യത്തിനും മറ്റുള്ളവർക്കും, നിങ്ങളുടെ വീടിനും കുടുംബത്തിനും കൂട്ടായ്മയ്ക്കും നിങ്ങളുടെ സറൗണ്ടിങ്സിനും നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്കും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് എല്ലാരെയും എല്ലാ സ്ഥലങ്ങളും ആ കർത്താവിന്റെ മഹത്വം റേഡിയേറ്റ് ചെയ്യാൻ, ടു റേഡിയേറ്റ് ദ ഗ്ലോറി ഓഫ് ഗോഡ്, അതിനു വേണ്ടിയാണ് കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത്. എല്ലാവർക്കും സമാധാനം കൊടുക്കാൻ, എല്ലാവർക്കും സന്തോഷം കൊടുക്കാൻ. ഒരു തകർന്നിരിക്കുന്ന വ്യക്തിയെ കണ്ടാൽ അവരെ ചേർത്ത് പിടിക്കാൻ. അവന്റെ കയ്യിലിരിപ്പ് കാരണം അവൻ അത് തന്നെ വരണമായിരുന്നു. അങ്ങനെ പറയാനല്ല, അങ്ങനെ അവൻ അത് തന്നെ വരണമായിരുന്നു. അവനെ പണ്ട് എന്നെ ഒന്ന് ചൊറിഞ്ഞ, അവൻ എനിക്കിട്ടൊന്ന് ചൊറിഞ്ഞ, എന്റെ പൊന്നെ നമുക്കിട്ട് ചൊറിഞ്ഞ ഉടനെ കർത്താവ്, അവൻ ദോഷമായി ആരെയും പരീക്ഷിക്കുന്ന, ദോഷം ചെയ്യുന്ന കർത്താവ് അല്ല. നിങ്ങളെ ചൊറിഞ്ഞവരെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. നോക്ക്, ഉയർത്തി അവരെ നിങ്ങളൊന്ന് ചേർത്ത് പിടിച്ചു നോക്കിയേ, ആ വ്യക്തി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാണ്. ചിലരൊക്കെ കണ്ടാൽ നമ്മളെ തല തിരിച്ച് നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവരെ കാണുമ്പോൾ നമ്മളൊന്ന് ചിരിച്ചു കാണിച്ചാല്, പ്രൈസ് ലോർഡ് ബ്രദർ എന്നാ ഉണ്ട്, സുഖമായിട്ടിരിക്കുന്നോ എന്ന് ചോദിച്ചാല്, നിങ്ങൾക്ക് ദോഷം ചെയ്ത വ്യക്തിയായിരിക്കും, പക്ഷെ ഒന്ന് ചോദിച്ചായിരുന്നേ. അതാ ദൈവത്തിന് ഇഷ്ടം, അതാ സ്വർഗത്തിന് താല്പര്യം. അവരോടൊന്ന് ചോദിച്ചേ, സുഖമായിട്ടിരിക്കുന്നോ, എന്നാ ഉണ്ട് വിശേഷം. അവര് കഴിയുന്നത് നമ്മളെ ഇഗ്നോർ ചെയ്ത് പോണം. നിങ്ങൾ 2 പ്രാവശ്യം ഒന്ന് ചോദിച്ചു നോക്കിക്കേ. ഐസ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും, ഉരുകാൻ തുടങ്ങും. ഒരു കാപ്പ് കുടിച്ചിട്ട് പോവാം.
അവര് നിങ്ങളുടെ റോഡേ വരുമ്പോഴത്തേക്ക് ഉടനെ തിരിഞ്ഞ് തിണ്ണയിലോട്ട് കയറുമല്ല വേണ്ടി, നിങ്ങൾ മുറ്റത്ത് ഇരിക്കുവാണെ അവരോട് അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് അവരോടൊന്ന് പറഞ്ഞേ, വാ ഒന്ന് കയറിയിട്ട് പോകും, കാപ്പ് കുടിച്ചിട്ട് പോകും. എല്ലാവരും സഹജീവികളെ സ്നേഹിക്കണം കേട്ടോ. നാളത്തെ ദിവസം നമ്മുടെ ആണോ എന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. വി ആർ ടെമ്പററി. പ്രായമൊന്നും അല്ല കാര്യം കേട്ടോ. വി ആർ ടെമ്പററി. ഇവിടെ നമ്മൾ ഈ ടെന്റിലാണ് നമ്മൾ വസിക്കുന്നത്. ഒരു ദിവസം നമ്മൾ ഇവിടുന്ന് വിട്ടുപോകും. പക്ഷെ വിട്ടുപോകുമ്പോൾ ഈ ലോകത്ത് ചെയ്ത നന്മയും ഈ ലോകത്ത് മറ്റുള്ളവരെ സ്നേഹിച്ചതും കരുതിയതും അത് മാത്രമേ നമ്മളെ ക്യാരി ചെയ്യത്തുള്ളൂ. ഇവിടെ പറയുകയാണ്, ഞങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ വിശുദ്ധ നാമത്തിനായി നിനക്ക് ഒരു ആലയം പണിയുവാൻ ഞങ്ങൾ ശേഖരിച്ചിട്ടുള്ള ഈ സംഗ്രഹമെല്ലാം നിന്റെ കയ്യിൽ നിന്നുള്ളത്. 18-ാം വാക്യാണ് വായിക്കുന്നത്. 16. ഓക്കെ. സകലവും നിനക്കുള്ളതാകുന്നു. എന്റെ ദൈവമേ, നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥത്തിൽ പ്രസാദിക്കുന്നു. അവിടെ പറയുകയാണ്, നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഞാനോ എന്റെ ഹൃദയ പരമാർത്ഥയോടെ ഇവയെല്ലാം മനഃപൂർവ്വമായി തന്നിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ കുടിയിരിക്കുന്ന നിന്റെ ജനം നിനക്ക് മനഃപൂർവ്വമായി തന്നിരിക്കുന്ന ഞാൻ നോക്കാ. ദേവാലയം സമർപ്പിക്കുമ്പം അവർ പറയുകയാണ്, ഇതെല്ലാം ഞങ്ങൾ സന്തോഷത്തോടെ, ഞങ്ങൾ മനഃപൂർവ്വമായി നിനക്ക് തന്നിരിക്കുകയാണ്. ഞങ്ങളുടേതൊന്നും അല്ല തന്നത്. നിന്നെ അവിടെ മുകളിൽ നമ്മൾ വായിച്ചതുപോലെ സകലവും നിങ്കിൽ നിന്നല്ലോ വന്നത്, നിന്റെ കയ്യിൽ നിന്നും വാങ്ങി തന്നതേ ഉള്ളൂ. നത്തിങ് ഇസ് അവേഴ്സ്. വി ആർ നോട്ട് ദ ഓണേഴ്സ് ഓഫ് എനിത്തിങ്. ഗോഡ് ഇസ് ദ ഓണർ. എന്റെ കർത്താവാണ് ഓണർ, എന്റെ കർത്താവാണ് സോഴ്സ്, എന്റെ കർത്താവാണ് ക്രിയേറ്റർ. എനിക്ക് കുറെ ചിലപ്പോൾ ടുമോറോ ഐ കണ്ടിന്യൂ ദിസ്. ഇത് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യും. ആ കർത്താവാണ് എല്ലാത്തിനും. അങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുത്ത് നമ്മുടെ ഓരോ ദിവസവും ഒന്ന് മുമ്പോട്ട് പോയിക്കോ. യു വിൽ ലാക്ക് നത്തിങ്. സൂപ്പർ നാച്ചുറൽ മിറക്കിൾസ് നിങ്ങൾ കാണും. അസാധാരണമായ വീര്യപ്രവർത്തികൾ കാണും. ദൈവത്തിന്റെ വഴികൾ നിങ്ങൾ കാണും. വാതിലുകൾ തുറന്നു വരുന്നത് കാണും. നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ തലമുറകളും അനുഗ്രഹിച്ച് നിങ്ങളുടെ ദേശത്ത് തന്നെ ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിൽ എന്റെ കർത്താവ് നിങ്ങളെ ഇരുത്തും. പക്ഷേ ആ ഉന്നത സ്ഥാനത്ത് എത്തുമ്പോഴും നിങ്ങൾ കർത്താവുള്ള ഒരു വ്യക്തി പറയുന്ന ഒരു കാര്യമുണ്ട്, എവറിത്തിങ് ഈസ് യുവേഴ്സ്. നീ തന്നതാണ് എല്ലാം, ഞങ്ങൾക്കൊന്നും പുകഴാനില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ കയ്യിൽ നിന്ന്. നമ്മൾ ഈ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, കാര്യവിചാരകന്മാരാണ്. വി ആർ ദ മാനേജേഴ്സ്. ദൈവം തന്നത്, ഈ ലോകത്തിൽ തന്നത് മാനേജ് ചെയ്യാൻ എന്നെ നിങ്ങളെ കർത്താവ് വിളിച്ചിരിക്കുകയാണ്. സോ ലെറ്റ് us be the managers and not the owner. Let God become your owner. ആ ദൈവം ഓണറായിട്ട് ഞാനും നിങ്ങളും മാനേജറായി കർത്താവിന്റെ കാര്യവിചാരകന്മാരായി ഒന്ന് നിന്നു. ഒന്നിനും ജീവിതത്തിൽ കുറവ് വരുന്നില്ല. ഇന്ന് ഷീന പറഞ്ഞ ദൂത് പോലെ ആ മന്ന വീണോണ്ടേയിരിക്കും. ആയുഷ്കാലം മുഴുവൻ വീണോണ്ടേയിരിക്കും. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ നന്മ കണ്ടുകൊണ്ടിരിക്കും, അനുഗ്രഹം കണ്ടുകൊണ്ടിരിക്കും. ആൻഡ് യു വിൽ എൻജോയ് ഇറ്റ് ഓൾ ദ ഡേയ്സ് ഓഫ് യുവർ ലൈഫ്. ജീവിതത്തിലെ എല്ലാ ദിവസവും നമ്മൾ അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും. സോ ലെറ്റ് us pray. ഒന്നിച്ച് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. എവിടെയെങ്കിലും ഇടർച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും ഭാരം വന്നിട്ടുണ്ടെങ്കിൽ, ഈ ചിലപ്പോൾ നമ്മുടെ പുറവുറുപ്പ് ചിലപ്പോൾ ദൈവത്തോട് തന്നെ നമ്മൾ പലപ്പോഴും എന്റെ ജീവിതത്തെ മാത്രം എന്ത് ചെയ്യാത്ത അങ്ങനെ ഒരു പുറവുറുത്ത് ഗോഡ് ഇസ് എൻ ഓൺ ടൈം ഗോഡ്. നമ്മൾ മനസ്സിലാക്കിക്കോണം, ഓൺ ടൈം ഗോഡാണ്. അത് തരും നിശ്ചയം. എന്നെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു ആളല്ല. ലോകം പറഞ്ഞു പറ്റിക്കും, മനുഷ്യർ പറഞ്ഞു പറ്റിക്കും. പക്ഷെ ദൈവം ഒരിക്കലും നമ്മളെ പറഞ്ഞു പറ്റിക്കത്തില്ല. അവൻ വാക്കിൽ നമ്മളൊരു പാട്ടുണ്ടല്ലോ, ഹീസ് എ പ്രോമിസ് കീപ്പർ. നോക്ക്, ഹീസ് ദ പ്രോമിസ് കീപ്പർ. തന്റെ വാഗ്ദത്തം, തന്റെ പ്രോമിസ് ഒരിക്കലും മാറത്തില്ല. പ്രോമിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കീപ്പ് ചെയ്യാൻ കർത്താവിന് ശക്തിയുണ്ട്. സോ ലെറ്റ്സ് പ്രേ. യേശുവേ സ്തോത്രം കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഇന്നത്തെ ദിവസത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. ഇതുവരെ നടത്തിയ വിധങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ കാത്തു സൂക്ഷിച്ചല്ലോ. പലയിടത്തും തകർന്നു പോകായിരുന്നു, നഷ്ടപ്പെട്ടു പോകായിരുന്നു. അവിടെ എല്ലാം കർത്താവ് ഞങ്ങളുടെ കാര്യം പിടിച്ച് നടത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. ഓരോ മക്കളെ അനുഗ്രഹിക്കണം. ഇന്ന് കേട്ടതുപോലെ ആ കർത്താവിൽ നിന്നുള്ള ഹല്ലേലൂയ അനുഗ്രഹങ്ങളും നന്മകൾ കൊണ്ട് ഓരോ മക്കളെയും നീ നിറയ്ക്കണമേ. ഒരിക്കലും അനുഗ്രഹം നിന്നു പോകത്തില്ല. ഹല്ലേലൂയ.
ഹല്ലേലൂയ ഒരിക്കലും വിടുതലുകൾ നിന്നു പോകത്തില്ല. ആ മന്ന കിട്ടിയതുപോലെ ഹല്ലേലൂയ ഓരോ ദിവസവും ഞങ്ങൾക്ക് വേണ്ടുന്ന നന്മകളും അനുഗ്രഹങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. അതിലുപരിയായി ആ സന്തോഷത്താലും സമാധാനത്താലും ഹല്ലേലൂയ അനുഗ്രഹത്താലും ഞങ്ങളെ നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവേ. ഇന്ന് സമാധാനമില്ലാതെ ഒരു സ്വസ്ഥതയും ഇല്ലാതിരിക്കുന്ന ഭവനങ്ങളെ കർത്താവിനെ കാണിക്കുക. നിങ്ങളുടെ ഭവനത്തിലേക്ക് ഹല്ലേലൂയ സമാധാനവും സ്വസ്ഥതയും യേശുവേ ഹല്ലേലൂയ അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ഭാരം കടന്നു വരുന്ന നെഞ്ചിൻ്റെ അകത്തൊരു കല്ലിരിക്കുന്നത് പോലെയുള്ള ഭാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിട്ടു മാറട്ടെ. എല്ലാ പിശാചിന്റെ നുണകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. കർത്താവിന്റെ മഹത്വം അവിടെ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വ്യക്തികളെ തൊടണമേ, കുടുംബങ്ങളെ തൊടണമേ, കുഞ്ഞുങ്ങളെ തൊടണമേ. തലമുറകൾ ഒരു അനുഗ്രഹമായി മാറട്ടെ കർത്താവേ. ഹല്ലേലൂയ. ചില പ്രതിസന്ധികളിൽ അകപ്പെട്ട് കിടക്കുന്ന കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ അവരുടെ കുറ്റം കൊണ്ടല്ല ഹല്ലേലൂയ, പക്ഷെ ചിലതിലൊക്കെ അവർ അകപ്പെട്ട് കിടക്കുക. ചില എക്സാം ഒക്കെ എഴുതിയിട്ട് അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല, ചില പേപ്പേഴ്സ് കാണാതെ പോയിരിക്കുന്നു, ചില ഹല്ലേലൂയ സർട്ടിഫിക്കറ്റുകൾ കിട്ടാതിരിക്കുന്നു. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കർത്താവേ തൊടണമേ, ഹല്ലേലൂയ അത്ഭുതമാക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങനെയുള്ളത് വിളിച്ചു വരുത്തുന്നു കർത്താവേ തക്ക സമയത്ത്. അതുകൊണ്ട് അവരുടെ പഠനം മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ആയിരിക്കുന്നവരുണ്ട്. യേശുപ്പ നീ തൊടണമേ, അവരുടെ ആവശ്യങ്ങൾക്ക് വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ, മനസ്സമാധാനങ്ങൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ അത്ഭുതം ചെയ്തിരിക്കയാൽ സ്തോത്രം കർത്താവേ. കർത്താവെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അവിടുത്തെ അത്ഭുതകരം ഓരോരുത്തരെയും തൊടുന്നതിനായി സ്തോത്രം. വഴികൾ തുറക്കപ്പെടട്ടെ, എല്ലാ ശൂന്യതകളും മാറട്ടെ, എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ, എല്ലാ ദുഃഖങ്ങളും മാറിപ്പോകട്ടെ കർത്താവെ. ഓൾ തിങ്സ് ആർ അവേഴ്സ്, എല്ലാം ഞങ്ങൾക്കുള്ളതാണ്. ആൻഡ് യു ആർ ദ ക്രിയേറ്റർ ആൻഡ് യു ആർ ദ ഓണർ ആൻഡ് യു ആർ ദ സോഴ്സ് ഓഫ് ഓൾ തിങ്സ്. ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവെ. താങ്ക് യു മൈ ഫാദർ. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ജീവിതങ്ങളിൽ ശൂന്യതകൾ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ നിറവിനോളം ക്രിസ്തു യേശുവിൽ നിന്റെ മക്കൾ നിറയപ്പെടട്ടെ, ബ്ലസ്ഡ് ആകട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. വീടുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സമ്പത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ, ആരോഗ്യം അനുഗ്രഹിക്കപ്പെടട്ടെ. ക്രിസ്തുവിന്റെ നിറവ് അതിന്റെ ആ മഹത്വ പൂർണ്ണതയിൽ അത് വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ധാരാളമായി കൃപ വരട്ടെ. അപ്പോൾ തന്നെ ശരീരങ്ങൾ ആർക്കെങ്കിലും ശരീരങ്ങളിൽ രോഗമായിട്ടിരിക്കുന്നെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കൈ തന്നെ ശരീരത്ത് വെച്ചു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ എല്ലാ രോഗബന്ധനങ്ങളും അഴിയട്ടെ, പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ, സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ. അപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുകയാണ്, ആർക്കോ ജോലിയുടെ കാര്യങ്ങളിൽ കർത്താവ് അത്ഭുതകരമായ ഒരു വഴി തുറക്കുകയാണ്. വരുമാന മാർഗങ്ങളിൽ അത്ഭുതകരമായ ചില വഴികൾ തുറക്കുകയാണ്. ജോലികൾ ലഭിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. വിസകൾ റിലീസാകട്ടെ യേശുവിൻ നാമത്തിൽ. അനുഗ്രഹിക്കുക. നാളുകളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ചില വിഷയത്തിന് അത്ഭുതകരമായ വിടുതൽ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ വർദ്ധിപ്പിക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കുകയാണ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. So God bless you. God bless you. Give the ownership of everything to God. And God is my source. And He is my creator. ഈ ലോകം മുഴുവൻ, ലോകവും അതിന്റെ പൂർണ്ണതയും എന്റേതാണെന്ന് കർത്താവ് പറഞ്ഞു. എല്ലാം സൃഷ്ടിച്ച ആ കർത്താവിന് ഗിവ് ഹിം ഓൾ ദ ഗ്ലോറി. എല്ലാ മഹത്വവും ആ കർത്താവിന് തന്നെ കൊടുത്തു. യു വിൽ ലാക്ക് നത്തിങ് ഇൻ യുവർ ലൈഫ്. ജീവിതത്തിൽ ഒന്നിനും കുറവ് വരത്തില്ല. ജീവിത അവസാനം മുഴുവൻ മന്ന അടിച്ചു നീ. So God bless you. God bless you. Have a wonderful day. Share the video also. Let it be a blessing to many people. God bless you.